വിവാഹം എന്ന് പറഞ്ഞ സാധനം ടിക്കറ്റ് സംഭവമാണ്. നാട്ടുകാർക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ വിവാഹം കഴിച്ച ഹാപ്പി ജീവിക്കുന്ന കുറച്ചാളുകളുള്ളൂ. വിവാഹം നല്ല ഒരു എന്താ പറയാ ഏറ്റവും അടിപൊളിയാണ്. പക്ഷെ നല്ലൊരു പാർട്ട്ണറെ കിട്ടും. അപ്പൊ അനീഷും അനുമോളും കല്യാണം കഴിക്കാൻ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവര് നല്ല സുഹൃത്തുക്കളായിട്ട് എനിക്ക് പിന്നില്ല. അനീഷിയൊക്കെ അനുമോളം ചെറിയ ഇഷ്ടമുള്ളൂ. സ്വാഭാവികമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി അടുത്തടിക്ക് പെരുമാറുമ്പോൾ എന്തിനോട് നമുക്ക് ഇഷ്ടം തോന്നും. അത് നല്ലത്. ഒരാളെ കല്യാണം കഴിക്കണ്ടേ നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള എനിക്കറിയില്ലല്ലോ. അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഇടത് കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചു. ഒരാളുടെ രണ്ടുപേരും ജീവിതമാണ് വെച്ച് ഇങ്ങനെ അമ്മാനാളാൻ പാടില്ല. ഞാൻ ചിരിക്കാറുള്ളൂ. പിന്നെ ട്രോളൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ മതി. അതിപ്പോ ശൈത്യാണെങ്കിലും അനുവാണെങ്കിലും ഇത് പുറത്തിറങ്ങുമ്പോ പല ആൾക്കും എനിക്ക് എന്തൊക്കെ പറഞ്ഞു ഫസ്റ്റ് സീസണില് അത് ജീവിതകാലം മൊത്തത്തിൽ നമ്മൾ പിന്നാലെ പാമ്പിനെ പോലെ വരുന്നില്ല. ട്രോൾ അപ്പോൾ ഓൾവേസ് ഒരു ഫണ്ണായിട്ട് എടുക്കുക. ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഫണ്ണായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അത് ക്രിമിനൽ കുറ്റമായിട്ട് കരുതുക. അതൊരു കട്ടപ്പാന്ന് പറഞ്ഞാൽ ബാഹുബലി അതിഭീകരമായിട്ടുള്ള കഥാപാത്രമാണ്. സത്യരാജ് സാറിന് അഭിനയിച്ചൊരു അതിഭീകരമായ കഥാപാത്രം. അത് വലിയ സംഭവമൊന്നുമല്ല. കട്ടപ്പാന്ന് തെറ്റിദ്ധാരയിൽ അയാളെ ബാക്കിൽ നിന്ന് നിൽക്കുന്നതാണ്. ബാഹുബലി ആ സിനിമയിൽ അങ്ങനെയാണ്. തെറ്റിദ്ധാരണയുള്ളത്. ശൈത്യക്ക് എന്തെങ്കിലും മനസ്സിലാവും. അനുഭവമാണ് ശരിയെന്ന് എന്തെങ്കിലും മനസ്സിലാവുമ്പോൾ അവരങ്ങോട്ട് വിളിച്ച് ചോദ്യം നമ്മൾ പിന്നീട് എന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് പിന്നീട് അനുമോളെ കുത്തുന്ന ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അനുമോളെ പറഞ്ഞാൽ മാത്രമേ അവിടെ അത് ഏറ് പോകുന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ഞാൻ മനസ്സിലാക്കി പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ അനുമോളെ ഭാവിക്ക് ഇത്രയും വലിയ ഇരിക്കുന്നത്. അനുമോളെ പിന്നീട് എന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് പിന്നീട് അനുമോളെ കുത്തുന്ന ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അനുമോളെ പറഞ്ഞാൽ മാത്രമേ അവിടെ അത് ഏറ് പോകുന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ഞാൻ മനസ്സിലാക്കി പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ അനുമോളെ ഭാവിക്ക് ഇത്രയും വലിയ ഇരിക്കുന്നത്. ഇവര് ഇറങ്ങിയതിന് ശേഷമല്ലേ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു. ഫ്രണ്ട്ഷിപ്പൊക്കെ സാധാരണ അങ്ങനെ കാണാറില്ല. റിപ്പോർട്ടിനുള്ളിൽ ഭയങ്കര അവരെല്ലാം വേറെ വേറെ വീട്ടിലേക്ക് പോകുന്നത് അവർക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. അവർ ഒരുമിച്ചല്ലോ ജീവിക്കുന്നത്. അവര് ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ പല കാര്യം കോടാക്ട് ആവും. ഈവൻസിൽ കാണും. മനുഷ്യരില്ല എത്ര നാള് വഴക്കും. ഇപ്പൊ ഉണ്ണിമോദിനും സീക്രട്ടേഴ്സ് ആയി നമ്മൾ എത്ര വഴക്കായിരുന്നു. എന്ത് വഴക്കായിരുന്നു. കേരളം ഒരു മിണ്ടിയില്ലേ അതിന് തെറ്റാണത് ചൂണ്ടിക്കാണിക്കുക. അത് മോറൽ പോലീസ് അല്ല. ഇത് മനുഷ്യത്വമാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന മോറൽ പോലീസ് ആണെങ്കിൽ പിന്നെ ഇവിടെ കോടതിയുടെ ആവശ്യമുണ്ടാവും. തെറ്റ് ചെയ്യുന്നവളെ കോടതിയിൽ കേസെടുക്കുകയും അയാൾ ജയിലിൽ കയറ്റി അത് ജയിലിൽ ആവശ്യമുണ്ട്. മോറൽ പോലീസ് മാത്രമല്ല പല വീട് ഉപയോഗിക്കുന്നത് കള്ളവെയ്യുന്നുണ്ട്. അമ്മായി തെറ്റ് പറയുന്ന സ്ത്രീ അമ്മായി ആവണം. എങ്ങനെയാണ് തെറ്റ് കണ്ട പ്രതികരിക്കുന്ന സ്ത്രീകൾ അമ്മായിമാരാണോ? ഞാൻ ഇവിടെ സ്ത്രീകളൊക്കെ അമ്മായിമാരല്ലേ. നിങ്ങളവിടെ തെറ്റ് കണ്ടു അതവള് പ്രതികരിച്ചു. അതെ ഞാനും പോയി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാലഘട്ടം ജീവിക്കുന്ന തെറ്റ് ചിലപ്പോൾ കണ്ടില്ലാതെ മറ്റു ജീവിക്കേണ്ടി വരും. അതാണ് ഈ കാലഘട്ടം. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അമ്മായിന്നും മോറൽ പോലീസിനും സദാചാരനും അങ്ങനെ പല പേരുകൾ വരും. ആ അനുമോൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ആർക്കും തിരുത്താൻ പറ്റില്ല. ഈ ലോകം അങ്ങനെയാണ്. ഷാനവാസിന് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പേയ്മെന്റ് കൂടുതൽ അനുമോൾക്ക് എനിക്കറിയാൻ പാടില്ല. അവരുടെ ബാങ്ക് ബാലൻസ് എടുത്ത് അല്ലെങ്കിൽ അവർക്ക് അത് ഞാൻ ചോദിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ എന്തായിരിക്കും അനുമോൾക്ക് തന്നെ സ്റ്റാർട്ട് ഉണ്ടല്ലോ. 50,000 കിട്ടാനുള്ള സ്റ്റാർട്ട് ഉണ്ട്. നിങ്ങൾ പറ സ്റ്റാർട്ട് ഉണ്ട് അനുമോൾക്ക്. അനുമോൾക്ക് ഇവിടെ അനുമോൾ വിളിക്കാത്ത പറഞ്ഞ ആളുകൾ വരാറില്ല കാണാൻ. വേറൊരു ടോളിനെ കണ്ടത് കാറിന്റെ ഉള്ളിൽ അതിന്റെ വൈഫിന്റെ ഫ്ലാഷിന്റെ സഹോദരനല്ലേ. ചെടി ഫ്ലാഷിനെ കെട്ടി തൂക്കിയിട്ടില്ല. അത് ഞാൻ എപ്പിസോഡിൽ കണ്ടില്ല. അത് സോഷ്യൽ മീഡിയ മോശമായി എല്ലാവർക്കും ഞാൻ എന്ത് പറയാൻ അത് ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് പറയാൻ. അവര്